ഇല്ല, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. താങ്ക് യു. ഓക്കെ, കാണാം. അത് ഞാൻ ഇങ്ങോട്ട് തിരിച്ചിട്ട് മുറിക്കാം. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു, താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു മീ. അയ്യോ ജീ, കണ്ട എന്റെ കുഞ്ഞ് വരച്ചേക്കുന്ന കേട്ടോ. ഞാൻ കണ്ടുപിടിച്ചല്ലോ ലാപ്ടോപ്പ്. ഇത് ലിസയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്തിന്റെ പുറകിൽ ഇപ്പോൾ ഏറ്റവും ആവശ്യമുള്ള സാധനം. ലിസയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. നിന്നെ കെട്ടിപ്പിടിക്കണ്ട, നിന്നെ കെട്ടിപ്പിടിക്കണ്ട. ഇന്ന് രാവിലെ ഉണ്ടല്ലോ, ഇന്നലെ രാത്രി ഞാൻ കിടന്നപ്പോ മൈഗ്രെയിന്റെ ആ മെഡിസിൻ എനിക്കുണ്ടല്ലോ 5 ദിവസത്തെ, അപ്പൊ അത് കഴിച്ചിട്ട് കിടന്നുകൊണ്ട് തന്നെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഇടയിൽ എനിക്കിങ്ങനെ ചുമ വന്നിട്ട് ഞാൻ എഴുന്നേറ്റപ്പോ ഇവിടെ ലൈറ്റൊക്കെ കണ്ടപ്പോ ഞാൻ കിടന്നിട്ട് ഇത്ര പെട്ടെന്ന് ഉറങ്ങിപ്പോയാന്ന്. പക്ഷെ എല്ലാവരും രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവരിവിടെ ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്നൊക്കെ പറഞ്ഞ് എഴുതി പിന്നെ ബലൂണൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിന്ന് വി ബെസ്റ്റ് ഉണ്ടല്ലോ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി, അവിടെ ഭയങ്കര സ്നേഹപൂർവമായ കുറെ വിഷസ് കിട്ടി കേട്ടോ. എനിക്ക് ഭയങ്കര രാവിലെ തന്നെ നമ്മളെ ഇങ്ങനെ കുറെ പേര് സന്തോഷിപ്പിക്കാന്ന് പറഞ്ഞാൽ അതിൽ പരം വേറെ കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ അതിനൊക്കെ ഒത്തിരി ഇങ്ങനെ താങ്ക്ഫുൾ ആണ്, അല്ലെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു ദിവസം. അപ്പൊ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ പിള്ളേരൊക്കെ റെഡിയായി. ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ മുട്ട വാങ്ങിക്കണമായിരുന്നു. അപ്പൊ നമ്മുടെ ഡീൻ ചേച്ചിക്ക് മൂന്നാർ പോകുമ്പം കൊണ്ടുപോകാനായിട്ട് മുട്ട വേണം. അപ്പം അതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്കും വാങ്ങിച്ചു, ചേച്ചിക്കും വാങ്ങിച്ചു. 3 ട്രേ മുട്ടയൊക്കെ വാങ്ങി. ശരിക്കും നമ്മുടെ ഇവിടുത്തെ ഈ കടയിൽ എന്ന് പറഞ്ഞാൽ 5.5 രൂപയാണ് ഒരു ഹോൾസെയിൽ ആട്ടോ. ചേട്ടൻ ഹോൾസെയിൽ റേറ്റിനാണ് തന്നെ. അപ്പൊ 5 രൂപയുള്ളൂ. പക്ഷെ ഇപ്പൊ സീസൺ ആയതുകൊണ്ട് ചേട്ടൻ്റെ അടുത്ത് 6 രൂപയാണ്. അപ്പൊ പുറത്ത് 7 രൂപയാണ്. പുറത്ത് മുട്ടയ്ക്ക് 7 രൂപയാണ്. ഹോൾസെയിലായിട്ട് കൊടുക്കുന്നവർ പോലും 6.5 രൂപയ്ക്കാണ് കൊടുക്കണേ. അപ്പൊ ചേട്ടൻ 6 രൂപയ്ക്ക് തരും നമുക്ക്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയിട്ടാണ് വാങ്ങണേ. അപ്പൊ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടാ. പിന്നെ ഇവരിവിടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് അറിയാം, അല്ലെ? വഴിയെ കാണാം. എന്തൊക്കെയോ ഉണ്ട് എന്തായാലും, അതെനിക്ക് മനസ്സിലായി. വഴിയെ കാണാം, എനിക്കത് മനസ്സിലായി. അവിടെ നോക്കിയാ 43, ഇവിടെ നോക്കിയാ 34. അങ്ങോട്ട് അത് ഞാൻ ഇങ്ങോട്ട് തിരിച്ചിട്ട് മുറിക്കാം. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇതാണ് ഞാൻ പറഞ്ഞോട്ടെ, നല്ല അടിപൊളിയാക്കി ഇത് ചെയ്തു. ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. കിടത്താല്ലേ? താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അങ്ങനെ ഇട്ടാ മതി. കയ്യെ പൊത്തി പിടിച്ചാൽ മതി. ഓ, ഇത് മറ്റേ പേപ്പറാണ്, വെറ്റ് പേപ്പറാണ്. വീട് കഴിഞ്ഞാ പോവില്ല. നമുക്ക് തിന്നണ്ടാ. അവിടെ ഇട്ടാ മതി, അവിടെ ഇട്ടാ മതി. എപ്പോഴും പറ്റിക്കും അല്ലേ? ഈ സാധനം എപ്പോഴും പറ്റിക്കും. അതിലോട്ട് ഇടല്ലേ? ഓക്കെ, കട്ട് ചെയ്തോട്ടെ. താങ്ക് യു കേട്ടോ, താങ്ക് യു, താങ്ക് യു. ശരി. ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു മീ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഇങ്ങോട്ട് വാ. ഉമ്മാനോ സാധിച്ചവനെ ഓർഡറിലാണ് വന്നെ അല്ലേ? വായോ 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 വായോ.
വാ. ഇല്ല ഉമ്മ വേണം, ഉമ്മ എന്നാലും തരുള്ളൂ, ഉമ്മ തരുള്ളൂ. റബേക്ക വാ. അയ്യോ റബേക്ക മൊത്തം വർണ്ണാഭമായിട്ടാണ് നിങ്ങള്. താങ്ക് യു ഡിയർ, താങ്ക് യു ഡിയർ, താങ്ക് യു ഡിയർ. ഈ ചമ്മു കിട്ടിയില്ലടി, കിട്ടി. ചാക്കര കുട്ടി വായോ. ആ കണ്ണടയൊക്കെ വെച്ചിട്ടുണ്ട് വെച്ച്. വാ തുറന്നോ. താങ്ക് യു താങ്ക് യു താങ്ക് യു. ദേ നിങ്ങൾക്കും നിങ്ങൾക്കും അങ്ങനെ എല്ലാവർക്കും സ്നേഹത്തോടെ കേക്ക് കട്ടിയും കാത്തിരുന്ന കുറെ പേരുണ്ട്. എല്ലാവർക്കും കേക്ക്, എല്ലാവർക്കും ഹൃദയം കൊണ്ട് കേക്ക് തരുന്നു. ഹൃദയം കൊണ്ട്, സ്നേഹം കൊണ്ട്. ദേ ഇവിടെ തോണ്ടൽ തുടങ്ങി, ഇവിടെ തോണ്ടൽ തുടങ്ങി. എടുത്തോ നമ്മൾ കട്ടിയതല്ലോ. ഗിഫ്റ്റ് ഒക്കെ ഉള്ളത്. ഗിഫ്റ്റ് ഉണ്ടോ? ഗിഫ്റ്റ് ഇല്ലടി, ശരി എന്നാ ഗിഫ്റ്റാ. സന്തോഷല്ലേ? വേണ്ടല്ലേ, ഉണ്ടാക്കിയതിനാണല്ലോ ഏറ്റവും ഭംഗി. തുറക്കാൻ വേണ്ടിട്ടാ. ഹാപ്പി ബർത്ത്ഡേ അമ്മ. അയ്യോ ഡീ കണ്ട എന്റെ കുഞ്ഞ് വരച്ചേക്കുന്ന കേട്ടാ. അടിപൊളി അടിപൊളി. ഇത് പൊട്ടിക്കട്ടെ കേട്ടാ. ശരി തൊപ്പി വെച്ച് കട്ടി തരാം. പ്ലേറ്റ് എടുത്തിട്ടുണ്ടോ? പ്ലേറ്റ് എടുത്തിട്ടുണ്ടോടാ. ഇവിടെ ഇരിക്കട്ടെ. കുഞ്ഞിന്റെ കാർഡാണോ? ആയിക്കോട്ടെ കേട്ടോ അമ്മ. ഇതെന്റെ കുഞ്ഞിന്റെ കാർഡാണ്. അങ്ങനെയുള്ള കൊച്ചു എഴുതിയേക്കണം കേട്ടാ. എനിക്ക് ഇഷ്ടപ്പെട്ട പേര് എലിസ. മൈ മോം, ഐ ലവ് യു മോം. മൈ മോം ഈസ് എ ബ്യൂട്ടിഫുൾ. മൈ മദർ ഈസ് എ ബ്യൂട്ടിഫുൾ കുക്ക്. മനസ്സിന്ന് എഴുതിയതാ. ഇല്ലാത്ത ആരെയൊക്കെ ഇരിക്കട്ടെ. ഇല്ലാത്ത കാര്യമൊക്കെ കൊള്ളാം, അടിപൊളി കേട്ടാ. ഇനി ആരടി ആരും ഗിഫ്റ്റ് ഇല്ലടി പറഞ്ഞോ? ഇനിയില്ലേ എന്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. എന്ത് ഗിഫ്റ്റ് തരട്ടെ? എന്ത് ഗിഫ്റ്റ്? അവിടെ നിക്ക്. ഇവിടെ ഈ കേക്ക് കൊടുത്തില്ലെങ്കിൽ ഇവിടെ പ്രശ്നമാവും. അല്ല ഇത് വിശക്കനുണ്ടാവും ചിലപ്പോഴേ. രാവിലെ അല്ലേ കേക്ക് കൊടുക്കാം. ഒരു പാത്രം എടുത്തിട്ടോ. അതാണ് ക്ലൂ അല്ലേ? ഇതാണ് കൊച്ചിനെ കൊണ്ട് ഞാൻ വായിപ്പിക്കാം. കൊച്ചു വായിക്കടാ. കൊച്ചിന് വായിക്കണം. ദിവസവും എന്നെ നിങ്ങൾ കാണും. എന്റെ പിറകിൽ വരും. എല്ലാ ദിവസവും നിങ്ങൾ കാണും. എന്റെ പിറകിൽ വരുന്ന എല്ലാ ദിവസവും നിങ്ങൾ എന്നെ കാണും. ഒരു ദിവസം പോയി കാണാണ്ടില്ല മിക്കവാറും. മേടിച്ചിട്ടാ? ടിവിയാ? ടിവി എല്ലാ ദിവസവും കാണും. എന്റെ പിറകിൽ വരൂ. ടിവി 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 ആയിരിക്കും. ഞാൻ വായിക്കട്ടെ ഇനി. വീഡിയോ എടുത്തു കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതിനും ഇടയിൽ അപ്ലോഡ് ചെയ്യുന്നതിനും ഇടയിൽ ഞാനുണ്ട്. എന്നെ പൊക്കി നോക്കൂ. വീഡിയോ എടുത്തു കഴിഞ്ഞു അപ്ലോഡ് ചെയ്യുന്നതിനും ഇടയിൽ ഞാനുണ്ട്. മറ്റേ സാധനം വൈഫൈയുടെ അല്ല
വൈഫൈയുടെ പുറകിലല്ല, വീഡിയോ എടുത്തു കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതിനും ഇടയിൽ ഞാനുണ്ട്. കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് 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 ഇവിടെ കാണുന്നില്ല. ലാപ്ടോപ്പ് ലാപ്ടോപ്പ് ഇതിനകത്താണോ? ഞാൻ കണ്ടുപിടിച്ചല്ലേ ലാപ്ടോപ്പ്. ഇത് ലിസയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്തിന്റെ പുറകിൽ ഇപ്പോൾ ഏറ്റവും ആവശ്യമുള്ള സാധനം. ലിസയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം, അതായത് ആഗ്രഹിച്ച സ്ഥലം, ലിസയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്തിന്റെ പുറകിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് എനിക്ക് ഇത് ഡൈനിങ് ടേബിള്. അതിന്റെ പുറകിൽ ഇപ്പോൾ ഏറ്റവും ആവശ്യമുള്ള സാധനം, ഇപ്പോൾ ഏറ്റവും ആവശ്യം എനിക്ക് ചെക്കണ എനിക്ക് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. അപ്പൊ നോക്കിയോ, ഇതിനകത്താണോ നോക്ക്. എന്റെ പുറകിൽ പുറകിൽ ഇത്. അയ്യോ എനിക്ക് മനസ്സിലായി. എന്താ നോക്കുന്നത്? ഇത് യോഗ മാറ്റാണെന്ന് എനിക്ക് അറിയാമേ. അടിപൊളി, താങ്ക് യു താങ്ക് യു. ഇതെപ്പോ മേടിച്ചെന്നാലും ഞാൻ ഇത്ര തന്നെ കൂടെ തന്നെയാണ് ഉണ്ടായാലും ഇത്ര ദിവസം ഞാൻ തന്നെ കൂടെ തന്നെ ഉണ്ടായില്ല. അല്ല, ഞാൻ വയനാട് പോയി 2 ദിവസം. ഞാൻ വയനാട് പോയപ്പോ മേടിച്ചല്ലേ. താങ്ക് യു. കിട്ടാറില്ലേ? ആഹാ കൊള്ളാം. പൊട്ടിക്കട്ടെ? താങ്ക് യു താങ്ക് യു താങ്ക് യു. അത് മാറ്റണം, ഇതിങ്ങനെ മാറ്റണം. അതും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഈ ഒരു റഗ്ഗിന്റെ മുകളിൽ നിന്നിട്ടാണ് ഇവിടെയാണ് യോഗ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ വയനാട് പോയപ്പോ ഞാൻ പറഞ്ഞു, പക്ഷെ ഇത് മറ്റേ ആള് പായ ഇട്ടിട്ട് ഇങ്ങനെ വരുന്ന അയ്യോ അതെന്റെ കൂടെ അതൊന്നുകൂടി റിട്ടേൺ ചുരുട്ടിയിട്ട് ചെയ്യേണ്ടി വരുമായിരിക്കും. ഞാൻ താങ്ക് യു കേട്ടാ. ഞാനിത് ഡിക്കാത്തലോണി കണ്ടപ്പോ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. നിന്നെ കെട്ടിപ്പിടിക്കണ്ട, നിന്നെ കെട്ടിപ്പിടിക്കണ്ട. അങ്ങനെ ബർത്ത്ഡേയുടെ ദിവസം സെലിബ്രേഷൻ രാവിലെ മുറിച്ചു. കാരണം ഇതുവരെ നമ്മള് വൈകിട്ടാ മുറിച്ചിട്ടുണ്ട്. ഇന്ന് ആദ്യമായിട്ട് കേക്ക് രാവിലെ മുറിച്ചു. പിന്നെ അങ്ങ് കൊറേ നേരം അങ്ങ് കിടന്നു. ഗോപിക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ടയേർഡായിരുന്നു. ഗോപിക്ക് ഭയങ്കര തുമ്മലും അല്ലേ, മൊത്തത്തിലൊരു ക്ഷീണമായിരുന്നു. എനിക്കും ക്ഷീണമാണ്, ടയേർഡാണ്. ആ മെഡിസിൻ എടുക്കുന്നുണ്ടാട്ടോ എനിക്ക്. എന്നാലും ഇന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമായിരുന്നു. താങ്ക് യു. എനിക്ക് ഒരുപാട് വിഷസ് കിട്ടി. അത്ര അടുപ്പിക്കണ്ട, എനിക്ക് ഒരുപാട് വിഷസ് കിട്ടി. എല്ലാവരുടെയും സ്നേഹത്തിനും എന്താ കമന്റ്സിനും ഒക്കെ ഒരുപാട് താങ്ക് യു. പിന്നെന്താ, പിന്നെ പുതിയ വിശേഷമായി നാളത്തെ വിശേഷമായിട്ട് നാളെ വരാം. ഓരോ ദിവസം ഇങ്ങനെ ആരോഗ്യം ബെറ്ററായി വരുന്നുണ്ട്. ഇപ്പൊ എല്ലായിടത്തും ഉണ്ടല്ലോ, നമ്മള് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഹോസ്പിറ്റൽസ് ഒക്കെ നിറഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണല്ലേ, അത്രയും തിരക്ക്. എന്തായാലും ഇന്ന് പോയില്ല കേട്ടോ, ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ല. കഴിഞ്ഞ ദിവസം പോയപ്പോഴേ അങ്ങനെ. റബേക്ക ഇന്ന് എണീറ്റിട്ടില്ല. റബേക്ക ഉച്ചയായപ്പോഴത്തേക്ക് മാറി കിടന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങനെ കിടന്നാണ്. പിന്നെ ആളങ്ങ് ഉറങ്ങിപ്പോയി. എമ്മിക്കുട്ടി ഉറങ്ങി. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഞങ്ങള് തുണിയൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു, വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ കുറേ ഉണ്ട്, ഇനി മടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കയറി വന്നപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ അങ്ങ് വൈൻഡപ്പ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വെച്ച് എടുത്തത്. പിള്ളേരൊക്കെ ഉറങ്ങുവാണ്, അവർ എഴുന്നേറ്റിട്ടില്ല. പിന്നെ അവരെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം നാളെ കാണാം കേട്ടോ. നമ്മുടെ പാഷൻ ഫ്രൂട്ട് കണ്ടോ, ഞാൻ പടർന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഓരോന്നൊക്കെ ഉണ്ട് കേട്ടോ.
പിന്നെ അതിങ്ങനെ മുരടിച്ച പോലെയൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത സീസണിൽ നല്ലതായിട്ട് ഒന്നുകൂടി പിടിപ്പിച്ചിട്ട് ഇഷ്ടം പോലെ നമുക്ക് എടുക്കണം, നന്നായി പഴുത്തെടുക്കണം. അപ്പൊ നാളത്തെ വിശേഷമായിട്ട് നാളെ കാണാം. ബൈ ബൈ.